ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ പരിഗണിക്കുമെന്ന് സുപ്രീം കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും. മംഗളൂരു ആൾക്കൂട്ട ആക്രമണം കൊല്ലപ്പെട്ട അഷ്റഫിന്റെ കുടുംബത്തിന് കർണാടക മന്ത്രിയും സ്പീക്കറും 15 ലക്ഷം രൂപ നൽകി. മസ്കിന്റെ സമനില തെറ്റിയെന്ന ട്രംപ് തിരിച്ചടിച്ച് മസ്ക്. അമേരിക്ക പാർട്ടിയെ ചൊല്ലി വീണ്ടും തർക്കം. കൂപ്പുകുത്തി ടെസ്ല ഓഹരി. സർവകലാശാലകളെ സർക്കാരും ഗവർണറും ചേർന്ന് രാഷ്ട്രീയ വേദിയാക്കരുത് വി.ഡി. സതീശൻ. സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് ലോക്കറ്റ് DFOക്ക് മുമ്പാകെ ഹാജരാക്കണം. നോട്ടീസ് നൽകാൻ വനം വകുപ്പ്. യുദ്ധം ചെയ്യാൻ ആളില്ല. 54,000 തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികൾ സൈന്യത്തിൽ ചേരണം. ഉത്തരവുമായി ഇസ്രായേൽ. ബീഹാർ മാതൃകയിലുള്ള വോട്ടർ പട്ടിക തീവ്ര പരിശോധന ബംഗാളിലേക്കും ഡൽഹിയിലേക്കും വ്യാപിപ്പിക്കാനൊരുങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പൂണെയിൽ കൊറിയർ ഏജന്റായി വന്നയാൾ ബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ പരാതി വ്യാജമെന്ന് പോലീസ്. ലോകമെങ്ങും സംഘർഷങ്ങൾ 3ാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഉത്കണ്ഠ രേഖപ്പെടുത്തി ഗഡ്കരി. സാമ്പത്തിക തട്ടിപ്പു കേസ് നടൻ സൗബിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും.